എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ, സ്വർഗീയമാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന് ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2015 വർഷം ആരംഭ ഈ രണ്ടാം ശനിയാഴ്ചയുടെ പ്രഭാതത്തിൽ എൻ്റെ ഭവനത്തിൽ നൽകിയ വലിയൊരു അത്ഭുത സാക്ഷ്യവുമായിട്ട് നിൽക്കുവാൻ കുടുംബമായി തന്നെ അനുവദിച്ച ദൈവത്തെ ഞാൻ ആദ്യമായി സ്തുതിച്ചു കൊള്ളട്ടെ. എൻ്റെ മകളാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. അവളുടെ കുഞ്ഞുമായിട്ട് നിൽക്കുന്നത് എൻ്റെ മകളാണ്. എൻ്റെ സഹധർമ്മിണിയാണ് അടുത്ത് നിൽക്കുന്നത്. ശൈശവ കാലഘട്ടത്തിൽ തന്നെ കർത്താവെ, ഞങ്ങൾ ജോലിക്ക് പോകുന്ന സന്ദർഭം മുതൽ പ്രിയ എൻ്റെ മകളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എളിയ ദാസിയായിരുന്നു. ഞങ്ങൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിയെ ഏൽപ്പിച്ചിട്ട് പോകും. പുള്ളിക്കാരത്തിയാണ് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ടിരുന്നതും. അങ്ങനെ വലിയൊരു സ്നേഹബന്ധം അവരുമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാല്യകാലം കഴിഞ്ഞ് യൗവനയുക്തയായി കഴിഞ്ഞു. അവൾ പഠിച്ചു. BSc കഴിഞ്ഞ് BScയുടെ റിസൾട്ട് അറിഞ്ഞ ആ ആഴ്ചയിൽ തന്നെ അവൾക്കൊരു ജോലി ലഭിച്ചു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ക്ലാർക്കായിട്ട് അവൾക്ക് ജോലി ലഭിച്ചു. തുടർന്ന് ഉടൻ തന്നെ അവളുടെ വിവാഹം നടന്നു. 2008 ഡിസംബർ മാസം 29 അവളുടെ വിവാഹം നടന്നു. അങ്ങനെ അവൾ സന്തോഷത്തോടെ കഴിയുന്ന കാലഘട്ടത്തിൽ തുടർന്ന് അവൾ ട്രാൻസ്ഫർ വാങ്ങി. അവളുടെ ഭർത്താവ് ചെന്നൈയിലാണ്. ചെന്നൈയിൽ ഒത്തൊരുമിച്ച് അവർ താമസിച്ചു. കാലങ്ങളേറെയായി, ഏകദേശം 5 വർഷക്കാലമായിട്ടും അവൾക്കൊരു കുഞ്ഞിനെ ലഭിക്കാത്ത അവസ്ഥയിൽ വളരെ വേദനയോടുകൂടി ഞങ്ങളായിരുന്ന സന്ദർഭങ്ങൾ ഒക്കെയും ഉണ്ടായിരുന്നു. മിക്കവാറും കർത്തൃദാസി അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അവർ കുടുംബമായി തന്നെ അതിനുവേണ്ടി ഒക്കെയും പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. എന്നിട്ടും ദൈവം ആ സമയങ്ങളിലൊന്നും ദൈവം തൊട്ട് അനുഗ്രഹിച്ചില്ല. തുടർന്ന് ചെന്നൈയിലായിരുന്ന സന്ദർഭങ്ങളിൽ വളരെയധികം ചികിത്സകൾ നടത്തി. ഒരു വിദഗ്ധ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് അവിടെ ചികിത്സകൾ നടന്നു. അതിലൊന്നും ഫലമുണ്ടായില്ല. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, നീ ഇങ്ങ് പോരുക, നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് നല്ലൊരു ആശുപത്രിയുണ്ട്, അവിടെ പോയി നമുക്ക് ചികിത്സ നടത്താം എന്ന് പറഞ്ഞിട്ട് അവൾ ലീവെടുത്ത് ഇവിടെ വന്നു ചേർന്നു. ഇവിടെ വന്ന് തിരുവനന്തപുരത്തൊരു വലിയൊരു ആശുപത്രിയിൽ അനേകം ആൾക്കാർക്ക് കുഞ്ഞുങ്ങളെ നൽകി എന്ന് പറയപ്പെടുന്ന ഒരു ആശുപത്രിയിൽ ആ ഡോക്ടറും ആ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സ ആരംഭിച്ചു. ചികിത്സകൾ നടന്നുകൊണ്ടിരുന്നു. 2 ഘട്ടം ചികിത്സ അവൾക്ക് നടന്നു. ആദ്യ ഘട്ടത്തിൻ്റെ റിസൾട്ട് അത് പരാജയമായിരുന്നു. അവൾ വളരെയധികം നിരാശയോടുകൂടിയൊക്കെ ആയിരുന്നു. 2ാം ഘട്ട ചികിത്സ വീണ്ടും 3 മാസം കഴിഞ്ഞു. വീണ്ടും അതിൻ്റെ റിസൾട്ട് അറിഞ്ഞു. 2 മാസത്തിൻ്റെ ശേഷം അതിൻ്റെ ടെസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് അന്നും പരാജയമായിരുന്നു. അവളും ഞങ്ങളും വളരെയധികം വേദനയിലായിരുന്നു. ഇനി എന്താണ് ഇനി ഉള്ളതെന്ന്. ഇപ്പോഴും കർത്തൃദാസി എപ്പോഴും പറയും, ധൈര്യമായിരിക്കുക, നിനക്ക് തീർച്ചയായും ദൈവം നിനക്ക് തലമുറ നൽകും, അതിന് യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2013 ജനുവരി മാസം അഭിഷേകിൻ്റെ ആദ്യ ജന്മദിനം ആഘോഷിക്കുന്ന കാലഘട്ടത്തിൽ അവൾ വളരെയധികം വേദനയോടുകൂടി ആയിരുന്ന സന്ദർഭത്തിൽ കർത്തൃദാസി പറഞ്ഞു, മോളെ, നീ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 2013 വർഷം തന്നെ നീ ഗർഭിണിയായി തീരും. 2014 വർഷം നീ തീർച്ചയായും ഒരു കുഞ്ഞിനെ നിനക്ക് ലഭിക്കും എന്ന് പറയുകയുണ്ടായി. വീണ്ടും രണ്ടാം ചികിത്സകളൊക്കെ കഴിഞ്ഞിട്ടും ഫലമുണ്ടായില്ല. അവൾ വീണ്ടും തിരികെ ചെന്നൈയിലേക്ക് പോയി. അവൾ ജോലിയിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രിയദാസി എപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു. അവൾ ഇവിടെ ഉള്ള സമയത്തിലും എപ്പോഴും വീട്ടിൽ വന്ന് വൈകുന്നേരം അവരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനൊക്കെ കഴിഞ്ഞു. ഈ ചെന്നൈയിൽ അവൾ വീണ്ടും ചെന്ന് ജോലിയിൽ പ്രവേശിച്ചു. അവിടെ ജോലി നോക്കിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ
ധൈര്യത്തോടുകൂടി നീ പോകാം, നീ അവിടെ ചെന്ന് ജോലി ചെയ്യുക, നിനക്ക് സന്തോഷം. 2014 നീ തീർച്ചയായും നിനക്കൊരു പൈതൽ ലഭിക്കുമെന്നുള്ള ആ വിശ്വാസത്തിൽ നീ പോകുക എന്ന് പറഞ്ഞു. ആ വാക്ക് അനുസരിച്ച് അവൾ പോയി. 2013 ഡിസംബർ 19-ആം തീയതി പ്രിയ മകൾ എന്നെ വിളിച്ചു, പപ്പ ഞാൻ ഗർഭിണിയാണ് എന്നുള്ള സന്തോഷ വാർത്ത വിളിച്ചറിയിക്കുവാനിടയായി. അങ്ങനെ സന്തോഷകരമായി അവൾ 2013 അവൾ ഗർഭിണിയായിത്തീരുന്നു. പ്രിയ ദാസിയുടെ വാക്കിൻ പ്രകാരം തന്നെ പറഞ്ഞ ആ നാളിൽ തന്നെ അവൾ ഗർഭിണിയായി തീരുകയും 2014 ആഗസ്റ്റ് 12-ആം തീയതി അവൾ സന്തോഷകരമായി ഇന്ന് അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. കർത്താവ് ഇത്രത്തോളം വലിയ അത്ഭുതം ചെയ്ത പ്രിയദാസരുടെ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഈ നന്മകൾ എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും തീരുകയില്ല. ഇനിയും ഈ ശുശ്രൂഷയെ അനേകർക്ക് താങ്ങായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ സൂറത്തിലൊരു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഗസ്റ്റ് മാസം എന്നെ മഞ്ഞപ്പിത്ത രോഗത്താൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി. എത്ര മെഡിസിൻ എടുത്തിട്ടും കൂടുന്നതല്ലാതെ ഒരു കുറവും ഉണ്ടായില്ല. അങ്ങനെ വളരെ ഭാരത്തോടെ എൻ്റെ അനുജൻ കർത്താവിൻ്റെ ദാസിയോട് ഫോണിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. കർത്താവിൻ്റെ ദാസി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മഞ്ഞപ്പിത്തത്തിൻ്റെ എല്ലാ രോഗാണുക്കളെയും ദൈവമിത എടുത്തു മാറ്റിയിരിക്കുന്നുവെന്ന്. അപ്പോൾ തന്നെ ദൈവം എനിക്ക് സൗഖ്യം നൽകി. പിന്നെ ഡോക്ടേഴ്സ് ചെക്കപ്പിനായി വന്ന് റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ എല്ലാ ബാധകളെയും ദൈവം എടുത്തു മാറ്റി. വൈദ്യശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവം എനിക്ക് അത്ഭുത സൗഖ്യം നൽകി. എൻ്റെ അനുജൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവന് പനിയുടെ ഭാരത്താൽ ഓലത്താന്നി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയുണ്ടായി. അപ്പോൾ തന്നെ അവിടെ കണ്ണ് ചെക്കപ്പിനായി ഡോക്ടർമാരുണ്ടായിരുന്നു. അവർ ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ ഇടത്തെ കണ്ണിന് ഒരു കാഴ്ച കുറവുണ്ടെന്ന് പറയുകയുണ്ടായി. എന്നാൽ പനിയുടെ ഭാരത്താൽ ആയിരിക്കും, അതിൻ്റെ ക്ഷീണമുള്ളതുകൊണ്ടായിരിക്കും അവന് കാഴ്ച കുറവായി അനുഭവപ്പെടുന്നതെന്ന് അമ്മ കരുതി. അവൻ്റെ സ്കൂളിൽ ഐ ചെക്കപ്പിനായി വന്ന സമയത്ത് അവൻ്റെ ഇടത് കണ്ണിന് കാഴ്ച കുറവുണ്ട് എന്നവർ പറയുകയും ആ നിർദ്ദേശപ്രകാരം നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ജനിച്ചത് മുതൽ തന്നെ അവൻ്റെ ഇടത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടതായി അറിയാൻ സാധിച്ചു. അവൻ്റെ ഇടത് കണ്ണിന് ഒരു ഇരുട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ ഒന്നും കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ ഇരിക്കെ അവർ പറഞ്ഞു ഓപ്പറേഷൻ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച ഡേറ്റ് നിശ്ചയിക്കാം എന്ന് പറഞ്ഞു വിട്ടു. അമ്മയും അനുജനുമായി ഇവിടെ കർത്താവിൻ്റെ ദാസിയോട് വന്ന് പ്രാർത്ഥനാ വിഷയം പറയുകയുണ്ടായി. കർത്താവിൻ്റെ ദാസി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവമിതാ നിനക്ക് അത്ഭുത സൗഖ്യം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയം തന്നെ അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ വരികയും ചെയ്തു. പിറ്റേ ദിവസം ചെക്കപ്പിനായി പോയ സമയത്ത് മെഡിക്കൽ ശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ കണ്ണിന് കാഴ്ച ദൈവം തിരികെ നൽകി. ഇത്രയും വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിന് വരുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ഗർഭിണിയായ സമയത്ത് എനിക്ക് ശ്വാസം മുട്ടിൻ്റെ രോഗമുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് സിസേറിയൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ വളരെയധികം വേദനയോടെ സിസ്റ്ററിന് ഫോൺ ചെയ്തു. സിസ്റ്റർ എന്നെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ദൈവം സുഖമായൊരു വിടുതൽ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി എനിക്ക് ശ്വാസം മുട്ട് മാറുകയും സിസേറിയൻ ഇല്ലാതെ സുഖമായൊരു വിടുതൽ ദൈവം എനിക്ക് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവമക്കളുടെ മുൻപാകെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ വലിയവനായി ദൈവം ഒരുക്കിയ വൻ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷക്കാലം ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു. പലവിധമായ ചികിത്സകൾ നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. 2012 ഫെബ്രുവരി മാസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തു. കർത്താവിൻ്റെ ദാസൻ മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കു നിൽക്കുവാൻ ആവശ്യപ്പെട്ടു. ആയതിൻ പ്രകാരം ഞാനും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. ബ്രദറിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദൈവം എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു. ആ മാസത്തിൽ തന്നെ ഞാൻ ഗർഭിണിയായി. ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ ദാനമായി നൽകി. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിളിക്കും. വീണ്ടും ഒരു സാക്ഷിയായിരിക്കാൻ ഭാഗ്യം നൽകിയ ദൈവത്തിന് കോടാനുകോടി നന്ദി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഇന്ന് ലോകത്തിൽ ലഭ്യമായ എല്ലാ ചികിത്സകളും വിദേശത്ത് നിന്ന് വന്ന ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വലിയ ആശുപത്രികളിൽ എന്നിൽ പരീക്ഷിച്ചു. പക്ഷേ ഒന്നും ഫലം കണ്ടെത്തിയില്ല.
അവസാനം ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയില്ലെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടുകയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞങ്ങൾ പരസ്പരം ഒരു തീരുമാനമെടുത്തു. ഞങ്ങൾ ഒരു ആൺകുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അപ്രകാരം തിരുവനന്തപുരത്തെ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ ഞങ്ങൾ ഒരു ആൺകുഞ്ഞിനായി പേര് രജിസ്റ്റർ ചെയ്തു. അതിന് പ്രകാരം ഒരു കുഞ്ഞ് ശരിയായിട്ടുണ്ടെന്ന് വിളിച്ചു പറയുകയും ഞങ്ങൾ ആ കുഞ്ഞിനെ കാണാൻ പോവുകയും ചെയ്തു. ആ കുഞ്ഞിനെ ഞാൻ കയ്യിലെടുത്തു. എങ്കിലും ദൈവം ഞങ്ങളെ ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ അനുവദിച്ചില്ല. പകരം 2009 പ്രെയർ ഗാർഡൻസിൽ നടന്ന പുതുവത്സര സ്തോത്രോത്സവത്തിലേക്ക് ഞങ്ങളെ കുടുംബമായി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. പ്രസംഗമധ്യേ സിസ്റ്റർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഇപ്രകാരം പറയുകയുണ്ടായി: കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ എഴുന്നേറ്റു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഈ വർഷം തന്നെ അനുഗ്രഹിക്കപ്പെട്ട ആൺ തലമുറകളെ ദൈവം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞ് എനിക്കൊരു വല്ലായിക തോന്നി. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ ഞാൻ ഏകദേശം 3 മാസത്തോളം പ്രഗ്നൻ്റ് ആണെന്നും വശം കെട്ട രീതിയിൽ ഒരു ഫൈബ്രോയിഡ് വളരുകയാണെന്നും 7 സെൻറ്റിമീറ്റർ ഉണ്ടെന്നും അത് കുഞ്ഞിനെ നെരുക്കിക്കളയുമെന്നും പറഞ്ഞു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഓരോ ദിവസം കഴിയും തോറും ഫൈബ്രോയിഡ് ചുരുങ്ങുകയും കുഞ്ഞ് ശക്തമായും ആരോഗ്യത്തോടെയും വളരുകയും ചെയ്തു. ഞങ്ങൾ 2009 പുതുവത്സര സ്തോത്രോത്സവത്തിനാണ് കടന്നു വന്നത്. അതേ വർഷം തന്നെ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദാനമായി നൽകുമെന്ന് സിസ്റ്റർ പറഞ്ഞു. അതേ വർഷം, അതായത് 2009 നവംബർ 29 ദൈവം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ ദാനമായി നൽകി അനുഗ്രഹിച്ചു. അതാണ് ഈ നിൽക്കുന്ന പൈതൽ. തുടർന്ന് ഞങ്ങൾ ആരാധനകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അനുഗ്രഹങ്ങൾ നൽകി ദൈവം ദാനമായി നൽകിക്കൊണ്ടേയിരുന്നു. 2014 പുതുവർഷ സ്തോത്രോത്സവത്തിലേക്ക് ഞങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വന്നു. പ്രാർത്ഥന മധ്യേ സിസ്റ്റർ വീണ്ടും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞു: ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ആഗ്രഹിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾക്ക് തലമുറകളെ ദൈവം ദാനമായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പ്രകാരം ദൈവം 2014, അതായത് കഴിഞ്ഞ വർഷത്തെ പുതുവത്സര സ്തോത്രോത്സവത്തിലാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം തന്നെ ഒക്ടോബർ 3 ദൈവം ഞങ്ങൾക്ക് വീണ്ടും ഒരു ആൺ തലമുറയെ ദാനമായി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. 2009 വെറും കൈയോടെ വന്ന ഞങ്ങൾക്ക് ഇന്ന് 2 മക്കളെ ദൈവം ദാനമായി നൽകിയിരിക്കുന്നു. ഇത്രത്തോളം അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ചെറുപ്പകാലം മുതലേ തന്നെ ആർമിയിലൊരു ജോബ് എന്ന് പറഞ്ഞൊരു ആഗ്രഹമായിരുന്നു. അതിൽ പ്രകാരം ഞാനൊരു സെലക്ഷൻ അറ്റൻഡ് ചെയ്യുകയുണ്ടായി 2011. എന്നാൽ സെലക്ഷൻ എന്നെ സംബന്ധിച്ച് ഭയങ്കര ടഫായിരുന്നു. കാരണം വേക്കൻസി വളരെ കുറവായിരുന്നു. അതിൽ പ്രകാരം തന്നെ ഞാൻ ദേവദാസിയോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. ദേവദാസി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു: യേശുവിൽ ഉറച്ച് വിശ്വസിക്കുക, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു, ഈ ജോലി ഇയാൾക്ക് തന്നെ നൽകുന്നു എന്ന് പറഞ്ഞു. അതിൽ പ്രകാരം തന്നെ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടാവുകയും എന്നെ 3 വർഷം സർവീസ് പൂർത്തിയാക്കുകയും ചെയ്തു. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത യേശുക്രിസ്തുവിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി വിരമിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് കൈകളെ ഉയർത്തി കൈകളെ തട്ടി ആത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പീൻ. വാ തുറക്കുമോ? വാ തുറക്കുമോ? വാ തുറക്കുമോ? എല്ലാവരും 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകൃപ ഒഴുകുന്നു, ദൈവകൃപ ഒഴുകുന്നു എല്ലാരിലും എല്ലാരിലും. നന്ദി നന്ദി നന്ദി. കൈകളെ ഉയർത്തി കൈകളെ തട്ടി ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുക 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 ആരാധിക്കുക. വാ തുറക്കട്ടെ, വാ തുറക്കട്ടെ, വാ തുറക്കട്ടെ. പ്രിയമുള്ളവരെ, ഹൃദയം തുറന്ന് നിലവിളിച്ചാട്ടെ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി. തീ കത്തുന്നതാണ്, അഭിഷേക തീ കത്തുന്നതാണ്, അഭിഷേക തീ കത്തുന്നതാണ്. കൈകൾ ഉയർത്തി കരങ്ങളെ തട്ടി എല്ലാവരും യേശുവേ നന്ദി,
രക്ഷനേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. രക്ഷനേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. സത്യവഴിയോ വാടിലുമായ യേശുരാജൻ പാടം ചുംബിക്കാൻ സത്യവഴിയോ. ആമേൻ. രാജൻ പാടം ചുംബിക്കാൻ ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആര് പേടിക്കോ കർത്തൻ എൻ്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യപൂജ്യമുള്ളോ കൈ പിടിച്ചു നയിക്കുന്നെന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു. ആമേൻ. കൈ പിടിച്ചു നയിക്കുന്നെന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു. ടി 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 ടി. അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ. എല്ലാരിലും എല്ലാരിലും ആരാടിപ്പേൻ. അന്യ ഭാഷയോട് ആത്മാവിൽ നിറഞ്ഞ് ഓ റഗാലദന്ധനദബ ടി 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 ടി. എല്ലാരിലും കെട്ടുകൾ പൊട്ടുന്നതാ, കെട്ടുകൾ പൊട്ടുന്നതാ. ഫ്രീഡം, ഫ്രീഡം, ഫ്രീഡം. യേശു നൽകുന്ന സ്വാതന്ത്ര്യം, യേശു നൽകുന്ന സ്വാതന്ത്ര്യം. എല്ലാരിലും എല്ലാരിലും എല്ലാരിലും. ഓ ദൈവത്തിന് നന്ദി, 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 നന്ദി യേശുവേ, നന്ദി. ദൈവം സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഇരിക്കാം. ജെറേമിയ 31:17. ജെറേമിയ 31:17. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശ ഉണ്ട്. உன் முடிவை குறித்து உனக்கு நம்பிக்கை உண்டு. There is hope in your future, says the Lord. നിന്റെ ഭാവിയെക്കുറിച്ച് നിനക്ക് പ്രത്യാശ ഉണ്ട്. There is hope. കാര്യം തീർന്നിട്ടില്ല. ദൈവമക്കൾക്ക് കാര്യങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ. There is hope. ഈ 2015 പുത്താണ്ട് സത്യ ദൈവത്തെ ആരാധിക്കുന്നവർക്ക്, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് പ്രത്യാശയുടെ ആണ്ടാണ്. There is hope. God says there is hope in your future. ഭാവി
എതിർകാലം. ബൈബിൾ വളരെ സ്പഷ്ടമാണ്. ഒരു മനുഷ്യന് രണ്ട് തരത്തിലുള്ള ഭാവി ഉണ്ട്. നമ്പർ 1, ഫ്യൂച്ചർ അൻടിൽ ഡെത്ത്. നമ്പർ 2, ഫ്യൂച്ചർ ആഫ്റ്റർ ഡെത്ത്. മരണം വരെ ഉള്ള ഭാവി ഒന്നാമത്. രണ്ടാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മരണാന്തരമുള്ള നാളുകൾ, മരണാന്തരമുള്ള ഭാവി. ഫ്യൂച്ചർ അൻടിൽ ഡെത്ത് ആൻഡ് ഫ്യൂച്ചർ ആഫ്റ്റർ ഡെത്ത്. ഈ സത്യം ബൈബിളിൽ വളരെ ക്ലിയറായി, പ്രത്യേകിച്ചും ലേഖന ഭാഗത്തിൽ ദൈവാത്മാവ് ഇപ്രകാരം എഴുതുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാം വചനത്തിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും എല്ലാ മനുഷ്യർക്കും. The Bible says, for every man wants to die and after that judgment. ஒரே தரம் மரிப்பதும் பிறகு நியாயத்தீர்ப்பு அடைவதும். மரணம் வர ஒரு பாவி, மரணாந்திரம் ஒரு பாவி. ஆமென். വിശ്വാസിയോ അവിശ്വാസിയോ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളോ ദൈവത്തെ പരിഹസിക്കുന്ന ആളോ, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ആദ്യം ഉള്ള ഭാവി, മരണം വരെ ഉള്ള ഭാവി, അതിൽ എല്ലാവരും വിശ്വസിക്കുന്നു. ആ